തീപ്പെട്ടി കൊച്ചു കുട്ടികളുണ്ടാക്കിയിടണ തീപ്പെട്ടി. മട്ടി മരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി കൊച്ചു കുട്ടികളുണ്ടാക്കിയിടണ തീപ്പെട്ടി. പട്ടിണി കൂലിക്കുണ്ടാക്കണ തീപ്പെട്ടി കൂട്ടിൽ 19 കൊള്ളിയുള്ള കുഞ്ഞി തീപ്പെട്ടി. മട്ടിമരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി കൊച്ചു കുട്ടികളുണ്ടാക്കിയിടണ തീപ്പെട്ടി. തോമസ് കുട്ടി, ബീവാ തൊട്ടി, ശങ്കരൻകുട്ടി, കുഞ്ഞുമറിയം, കൊച്ചുനബീസ, അമ്മിണിക്കുട്ടി ഒന്നിച്ചൊന്നായി ചേർന്നുണ്ടാക്കണ തീപ്പെട്ടി. നമ്മൾ ഒന്നാണെന്നോതി വിളിക്കണ തീപ്പെട്ടി. നമ്മൾ ഒന്നാണെന്നോതി വിളിക്കണ തീപ്പെട്ടി. ഈ തോമസ് കുട്ടിയും ബീവാത്തുട്ടിയും ശങ്കരൻകുട്ടിയും ബീവാത്തുട്ടിയും ഒക്കെ ഉണ്ടാക്കുന്ന തീപ്പെട്ടികൾ വ്യത്യസ്ത കൂടുകളിൽ അടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതൊന്നും അനുവദിക്കാതെ എല്ലാ ആളുകളും ഉണ്ടാക്കുന്ന, എല്ലാ വിഭാഗത്തിലെ ആളുകളും ഉണ്ടാക്കുന്ന തീപ്പെട്ടിക്കോലുകൾ ഒറ്റ തീപ്പെട്ടിക്കൂടിൽ അടുക്കി ചേർന്ന് ഇരുത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ, മതേതര ബെഞ്ചുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും തന്നെയുണ്ട്. ഇത്തരം നമ്മുടെ സംസ്കാരത്തിനുള്ളിലേക്ക് ചില നൂഴ്ന്നിറങ്ങലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധ്യാപകരും പുതിയ തലമുറകളും ഈ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു മറുമരുന്നുകളായിട്ട് സംസ്കാരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളും ഇടപെട്ടുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ പോണ വഴിക്ക് നമ്മൾ ഒരുപാട് അറിവുകൾ കുത്തി നിറയ്ക്കുന്ന റോബോട്ടുകളായിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, വിവരങ്ങൾ കുത്തി നിറയ്ക്കുന്ന റോബോട്ടുകളാവണോ നമ്മുടെ മക്കൾ, അതോ വികാരവും വിചാരവും വിമർശനാത്മക ബുദ്ധിയും ചിന്തകളും ഒക്കെയുള്ള മക്കളായി മാറണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.